നേതൃത്വത്തിലെ ഭിന്നതകൾക്കിടെ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കൽ മുഖ്യ അജണ്ട. ഏകപക്ഷീയമായി ഭാരവാഹികളെ തീരുമാനിച്ചാൽ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം. അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഈ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന ഒരു വിമർശനം മാത്രമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ടതാണ് നമ്മൾ. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണോ കൂടുതൽ വിവരങ്ങൾ? സ്മിത, തീർച്ചയായും പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം ഈ സംസ്ഥാന ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ ബി.ജെ.പിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന ബി.ജെ.പിയുടെ നേതൃയോഗം, സംസ്ഥാന നേതൃയോഗമായിരുന്നു ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കമായിരുന്നു ആ യോഗത്തിന്റെ ഉദ്ദേശം. ആ നേതൃയോഗത്തിലടക്കം ബി.ജെ.പിയുടെ ഒരു വിഭാഗത്തെ, അത് കെ സുരേന്ദ്രനെയും വി മുരളീധരൻ അടക്കമുള്ള മുൻ സംസ്ഥാന അധ്യക്ഷന്മാരെ ക്ഷണിച്ചിരുന്നില്ല ആ നേതൃയോഗത്തിലേക്ക്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന നേതാക്കൾ ചേർന്ന കോർ കമ്മിറ്റിയിലും സംസ്ഥാന ഭാരവാഹികളെ സംബന്ധിച്ച് ആലോചന നടന്നു. ആ യോഗത്തിൽ വലിയ വിമർശനം പുതിയ സംസ്ഥാന അധ്യക്ഷൻ കേൾക്കേണ്ടി വന്നു. കാരണം ഈ ജനറൽ സെക്രട്ടറിമാർ വിമർശിച്ച് കെ സുരേന്ദ്രനും വി മുരളീധരനെ മാറ്റി നിർത്തിയതിന്റെ മാനദണ്ഡം എന്താണ്, അവരില്ലാതെ എങ്ങനെ സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കാൻ സാധിക്കും തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന ഈ കോർ കമ്മിറ്റിയുടെ പ്രസക്തി. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. മുഴുവൻ നേതാക്കളും, അതായത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഈ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കാൻ, അതായത് രാജീവ് ചന്ദ്രശേഖർ സ്വന്തം നിലയ്ക്ക് സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയാൽ അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് എതിർപക്ഷത്തിന്റെ തീരുമാനം. പി കെ കൃഷ്ണദാസ് വിഭാഗം ഹൈജാക്ക് ചെയ്തു എന്നാണ് അവരുടെ ആരോപണം. അത് അനുവദിക്കാനാകില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവർ. ഇതിൽ ഈ സംസ്ഥാന ഭാരവാഹികളെ ഏകപക്ഷമായി തീരുമാനിച്ചാൽ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്.